ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും HRDC ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് PSC റീസെൻ്റായിട്ട് നടത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ: കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന സ്ഥലത്താണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. ബാല്യകാലനാമം ശങ്കരൻ. ബാല്യകാലനാമം ശങ്കരൻ. ശ്രദ്ധിക്കുക, പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24. ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടുപേര് സാഹിത്യ കുടീരം. ബാല്യകാലനാമം ശങ്കരൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം 1925. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കവിത്തിലകൻ എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ്. കവിത്തിലകൻ എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ്. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കായൽ സമ്മേളനം നടന്ന വർഷം 1913. ശ്രദ്ധിക്കുക, ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കായൽ സമ്മേളനം നടന്ന വർഷം 1913. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം. ആദ്യ കൃതി ചോദിച്ചാൽ ലങ്കാമർദ്ദനം. ശ്രദ്ധിക്കുക, പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതി ലങ്കാമർദ്ദനം. ആദ്യ കവിത സ്തോത്രമന്ദാരം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. ശ്രദ്ധിക്കുക, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. TK മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. TK മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24. ചേരാനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാഹിത്യ കുടീരമാണ് വീട്ടുപേര്. ബാല്യകാലനാമം ശങ്കരൻ. പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കറുപ്പൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം 1925. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ, കവിതിലകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ.
ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. 1913 കായൽ സമ്മേളനം നടന്നത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. ആദ്യത്തെ കവിത സ്തോത്രമന്ദാരം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. TK മാധവൻ്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ചരമഗതം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിനടുത്തുള്ള മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിനടുത്തുള്ള മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഇത് വേമ്പനാട്ട് കായലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണും ചെളിയും കൊണ്ട് നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ശ്രദ്ധിക്കുക, കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണും ചെളിയും കൊണ്ട് നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏത്? ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യ എന്ന നിയമത്തിലെ വകുപ്പ് ഏത്? 66A. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യ എന്ന നിയമത്തിലെ വകുപ്പ് ഏത്? 66A. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ. ആൻസർ രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. അധോസഭ ചോദിച്ചാൽ ലോകസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ ചോദിച്ചാൽ ലോകസഭ. ഉപരിസഭ ചോദിച്ചാൽ രാജ്യസഭ. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലാണ്. അർദ്ധവൃത്താകൃതിയിൽ സീറ്റുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലാണ്. രാജ്യസഭ രൂപീകൃതമാകുന്നത് 80ാം വകുപ്പ് അനുസരിച്ചാണ്. രാജ്യസഭ രൂപീകൃതമാകുന്നത് 80ാം വകുപ്പ് അനുസരിച്ചാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23. ശ്രദ്ധിക്കുക, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത്? 4ാം ഷെഡ്യൂൾ. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത്? 4ാം ഷെഡ്യൂൾ. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത്? 4ാം ഷെഡ്യൂൾ. ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങൾ ഉള്ളത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങളുള്ളത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഉത്തർപ്രദേശ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഇപ്പോൾ രാജ്യസഭയിലുള്ള അംഗങ്ങളാണ് 245. ഇപ്പോൾ രാജ്യസഭയിൽ 245 അംഗങ്ങളാണ്. പരമാവധി അംഗസംഖ്യ 250, ഇപ്പോൾ 245. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അംഗമായിരുന്നത് അത് നജ്മ ഹെപ്തുള്ളയാണ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അംഗമായിരുന്നത് നജ്മ ഹെപ്തുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം? 32. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 32.
2018 ലോകകപ്പ് ഫുട്ബോൾ വേദി റഷ്യ. 2018 ലോകകപ്പ് ഫുട്ബോൾ വേദി റഷ്യ. 2018 ലോകകപ്പ് ഫുട്ബോൾ വിജയികൾ ഫ്രാൻസ്. 2018 ലോകകപ്പ് ഫുട്ബോൾ വിജയികൾ ഫ്രാൻസ്. 2018 ലോകകപ്പ് ഫുട്ബോളിലെ റണ്ണറപ്പാണ് ക്രൊയേഷ്യ. 2018 ലോകകപ്പ് ഫുട്ബോളിലെ റണ്ണറപ്പാണ് ക്രൊയേഷ്യ. വിജയികൾ ഫ്രാൻസ്, റണ്ണറപ്പ് ക്രൊയേഷ്യ. 2022 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഖത്തറിൽ വെച്ചാണ്. 2022 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഖത്തറിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെ? കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രം ഏതൊക്കെ? വൈറ്റില, പട്ടാമ്പി, മങ്കൊമ്പ്. വൈറ്റില എറണാകുളം, പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് ആലപ്പുഴ. ശ്രദ്ധിക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെ? വൈറ്റില, പട്ടാമ്പി, മങ്കൊമ്പ്. വൈറ്റില എറണാകുളം, പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് ആലപ്പുഴ. ഓക്കെ.